സ്പോർട്സ് പിച്ച് പ്രേക്ഷകർക്ക് നമസ്കാരം. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അദ്ദേഹത്തിന്റെ ഫോം ഔട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കാരണം ഇത്രയായിട്ടും ഒരു നല്ല ഗെയിം കാഴ്ചവെക്കാൻ ഇത്രയധികം ഇന്നിങ്സുകളിലായി ഒന്ന് രണ്ട് സാഹചര്യങ്ങളിൽ മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളൂ. അപ്പോഴും വിലങ്ങുതടിയാകുന്നത് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ആണ്. ഒരു ടെസ്റ്റ് പ്ലെയർ അല്ലെങ്കിൽ ഒരു ODI പ്ലെയർ കളിക്കുന്നത് പോലെയാണ് അദ്ദേഹം T20യിൽ കളിക്കുന്നത്. പവർ പ്ലേ അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിനെ മതിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അമിതമായ ഒരു പ്രഷർ സഞ്ജുവിന് വരുന്നുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നും. കാരണം ഒരു ഹിറ്റർ ബാറ്റ്സ്മാൻ ആ പവർ പ്ലേയിൽ ഒരു മികച്ച രീതിയിൽ ഹിറ്റ് ചെയ്ത് മാക്സിമം റൺ അടിക്കുന്ന സാഹചര്യത്തിലേക്ക് ചെന്നൈ സൂപ്പർ കിങ്സിനെ കൊണ്ടുപോകുന്നില്ല. ഋതുരാജ് ഗേക്വാദ് സിംഗിളുകൾ എടുക്കാനും ഡബിളുകൾ എടുക്കാനും കൂടി വന്നാൽ ഒരു 4 അടിക്കാനും ഒക്കെയാണ് ശ്രമിക്കുന്നത്. ബിഗ് ഹിറ്റുകളിലേക്ക് തുടക്കം തന്നെ ശ്രമിക്കുന്നില്ല. ഇനി ഓപ്പണിംഗ്, അതായത് ആദ്യ ബാറ്റിംഗ് തന്നെ കയറിയാലും ഋതുരാജ് ഗേക്വാദ് വളരെ സ്ലോ ആയിട്ടാണ് ഇന്നിങ്സ് ബിൽഡ് ചെയ്യുന്നത്. ഒരു പേഴ്സണൽ മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഫോമിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ ഒരു കോൺഷ്യസ്ലി എഫേർട്ട് എടുക്കുന്നത് പോലെ. സത്യസന്ധമായി പറഞ്ഞാൽ ഒരു തുടക്ക ബാറ്റിംഗ് സമയത്ത് മാക്സിമം റൺ അടിച്ച് എതിർ ടീമിനെ കൂടുതൽ പ്രഷറിലാക്കി ഇനി വരുന്ന ബാറ്റ്സ്മാൻമാർക്ക് നല്ലൊരു വിളനിലം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഓപ്പണിങ്ങിൽ ചെയ്യേണ്ടത്. പക്ഷേ സഞ്ജു സാംസണിന് ഒരു ധൈര്യം കൊടുക്കുന്ന അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് കൊടുക്കുന്ന തരത്തിൽ ഒരു വൈബ് കിട്ടുന്നില്ല. ഇപ്പോൾ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും കൂടി വേൾഡ് കപ്പിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം അഭിഷേക് അല്ലെങ്കിൽ സഞ്ജു രണ്ടുപേരും മാറി മാറി അടിക്കും. കാരണം ആ ഒരു വൈബ് അങ്ങനെയാണ്. കാരണം അഭിഷേക് ശർമ്മ ഉറപ്പായിട്ടും സിംഗിളുകളോ ഡബിളുകളോ ഫോക്കസ് ചെയ്ത് കളിക്കുന്ന ആളല്ല, പവർ പ്ലേ മാക്സിമം ഉപയോഗിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇന്ന് തന്നെ അഭിഷേക് ശർമ്മ 13 പന്തിൽ 35 റൺസാണ് സൺറൈസേഴ്സിന് വേണ്ടി അടിച്ചത്. അപ്പോൾ ക്ലാസൻ പറയുന്നുണ്ടായിരുന്നു 69 റൺസ് അടിച്ച 43 പന്തിൽ 69 റൺസ് അടിച്ച ക്ലാസൻ പറയുന്നുണ്ടായിരുന്നു അഭിഷേക് തന്ന തുടക്കമാണ് ഇത്തരത്തിലൊരു വലിയ സ്കോറിലേക്ക് 235-ന് 4 എന്ന വലിയ സ്കോറിലേക്ക് എത്തിച്ചത്. അവസാന ഓവറുകളിൽ ക്ലാസനൊക്കെ വലിയ ഒരു പവർ ഹിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ട് പോലും ആ സ്കോർ എത്തിയത് അഭിഷേക് ശർമ്മയുടെ ആ ഒരു തുടക്കമാണ്. അല്ലെങ്കിൽ ഔട്ടാവുക എന്നുള്ളൊരു രീതിയാണ് അഭിഷേക് ശർമ്മ എടുക്കാറ്. അതുപോലെ ചെന്നൈ സൂപ്പർ കിങ്സിൽ കളിക്കാൻ വേണ്ടി ഒരു താരമില്ല. സഞ്ജു സാംസണിന് എല്ലാ പ്രഷറും നൽകി